സി സദാനന്ദൻ മാസ്റ്റർ പാർലമെന്റിലെത്തുമ്പോൾ കേരളത്തിലെ CPM ഭയക്കുന്നത് എന്താണ്? കേരളത്തിലെ അക്രമ രാഷ്ട്രീയം അത് പാർലമെന്റിൽ ചർച്ചയാകും. കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് MP ആയി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതുപോലും പലർക്കും രസിച്ചിട്ടില്ല. അത് വിവാദമാക്കാൻ CPM പരമാവധി ശ്രമിച്ചിരുന്നു. കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന EP ജയരാജൻ അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. CPMന്റെ അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിലും ഇനി സജീവ ചർച്ചയാകും. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭ MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലാണ് അദ്ദേഹം സത്യവാചകം ചൊല്ലിയത്. ദൈവനാമത്തിലാണ് പ്രതിജ്ഞ എടുത്തത്. സാമൂഹിക സേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സി സദാനന്ദൻ മാസ്റ്റർ പ്രചോദനമാണെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായുള്ള സ്വാഗത സന്ദേശത്തിൽ സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. സ്വജീവിതം സാമൂഹിക സേവനത്തിന് ഒഴിഞ്ഞുവെച്ച കേരളത്തിൽ നിന്നുള്ള റിട്ടയർഡ് അധ്യാപകനാണ് സി സദാനന്ദൻ മാസ്റ്റർ. 1994 നിഷ്ഠുരമായ രാഷ്ട്രീയ ആക്രമണത്തിൽ 2 കാലുകൾ നഷ്ടപ്പെട്ട ശേഷവും അദ്ദേഹം ദേശീയതയോടും സ്വന്തം പ്രത്യയശാസ്ത്രത്തോടും അചഞ്ചലമായ പ്രതിബദ്ധത തുടർന്നു. രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ ബൗദ്ധിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളും ഉപരാഷ്ട്രപതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി. RSS ജില്ലാ സഹകാര്യവാഹ് ആയിരുന്ന കാലം. ആ കാലഘട്ടത്തിലാണ് യുവാവായ സദാനന്ദൻ മാസ്റ്റർ CPMന്റെ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയാകുന്നത്. 1994 ജനുവരി 25 രാത്രി 8 മണി സദാനന്ദൻ മാസ്റ്ററുടെ വീടിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടക്കുന്നത്. 2 കാലുകളിലും വെട്ടേറ്റ് വീണ അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 30 വയസ്സായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ദീർഘകാലമായി നടന്ന രാഷ്ട്രീയ അതിക്രമങ്ങളുടെ പട്ടികയിലെ അതിജീവന കഥ പറയുന്നവരാണ് BJPയുടെ സി സദാനന്ദൻ, CPMലെ EP ജയരാജൻ. ഒരു പാർട്ടിയുടെ ഭാഗമല്ലാതെ രാഷ്ട്രീയം എന്താണ് എന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ബോംബേറിൽ കാലനഷ്ടമായ 6 വയസ്സുകാരി അസ്ന. ഇന്ന് അവർ ഡോക്ടറാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന നാടോടി ബാലനായിരുന്ന അമാവാസി ഇന്ന് പൂർണ്ണചന്ദ്രൻ തിരുവനന്തപുരം സംഗീത കോളേജിൽ ജോലി ചെയ്തു. ഇവർ ഒരു കാലത്ത് CPM, കോൺഗ്രസ്, RSS, BJP എന്നിവർ തമ്മിൽ പരസ്പരം നടത്തിയ ആക്രമണങ്ങളിൽ പല രീതിയിൽ ഇരയായവരാണ്. അതിനെ അതിജീവിച്ചവർ വളരെ കുറവാണ്. 1990കളുടെ തുടക്കത്തിൽ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ കലാപകലുഷിതമായി RSS, BJPയും CPMഉം തമ്മിലും CPMഉം കോൺഗ്രസും തമ്മിലുള്ള സംഘർഷങ്ങൾ നടന്നിരുന്നു. അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് 3 പാർട്ടിക്കാരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു അവസരത്തിൽ കേരളത്തിൽ UDF ഭരിക്കുന്ന സമയമാണ്. അഴിമതി ആരോപണങ്ങളും പരസ്പരം പഴിച്ചാരലുമൊക്കെ കേരളം മുന്നോട്ട് പോകുമ്പോൾ 1991 കേരളത്തിൽ നടന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷത്തിൽ കോൺഗ്രസും ലീഗും BJPയും ചേർന്ന് സഖ്യത്തിൽ മത്സരിച്ചു. ഇതോടെ CPM ഒരു ഭാഗത്തും മറ്റുള്ളവരെല്ലാം എതിർഭാഗത്തും എന്ന പ്രതീതി രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ RSS, BJP സംഘർഷത്തിൽ കോൺഗ്രസിനും ഭരണത്തിനുമുള്ള പങ്ക് CPM ആരോപിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും സംഘർഷഭരിതമായിരുന്നു കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളും. രാഷ്ട്രീയത്തിലെ എതിരാളികളെ കുറിച്ച് ഒപ്പമുള്ളവരിൽ പക കൊണ്ട് രക്തസ്നാനം ചെയ്യിക്കുക എന്നത് അക്കാലത്ത് അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തന രീതിയായിരുന്നു. രാജ്യസഭാ അംഗമായ സി സദാനന്ദൻ മാസ്റ്റർ വരുമ്പോൾ രാജ്യസഭാ അംഗ നിർദ്ദേശത്തെക്കുറിച്ച് എങ്ങനെയാണ് രാഷ്ട്രപതി രാജ്യസഭാ അംഗമായിട്ട് ആൾക്കാരെ നിർദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയാം. രാഷ്ട്രപതിക്ക് 12 പേരെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യാം. ശാസ്ത്രം, സാഹിത്യം, കല, സാമൂഹിക സേവനം എന്നിങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ പ്രത്യേക ജ്ഞാനമോ അനുഭവജ്ഞാനമോ ഉള്ളവരെയാണ് ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. നരേന്ദ്രമോദി സർക്കാർ 2014 കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം കേരളത്തിൽ നിന്ന് ഇതുവരെ 3 പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഭരത് അവാർഡ് നേടിയ നടൻ സുരേഷ് ഗോപിയെയും ഒളിമ്പ്യൻ PT ഉഷയുമാണ് നേരത്തെ നാമനിർദ്ദേശം ചെയ്തത്. സുരേഷ് ഗോപി പിന്നീട് BJP സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിക്കുകയും ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് BJPക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാ ജയം സമ്മാനിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നും ആദ്യമായാണ് പൂർണ്ണസമയ RSS, BJP പ്രവർത്തകനായ ഒരാളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.